ഹായ്, ഞാൻ ഫമീസ. ഡോപ്പ ക്ലിനിക്കിൽ ലാബ് ടെക്നീഷ്യനായി വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഗ്ലൂക്കോസ് ടെസ്റ്റിനെ കുറിച്ചാണ്. ഗ്ലൂക്കോസ് ടെസ്റ്റിൽ പല ടെസ്റ്റുകളുണ്ട്. അതിൽ 4 പ്രധാനമായ ടെസ്റ്റുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് FBS, PPBS, RBS, HbA1c. ആദ്യമായി FBS എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നാണ്. അതായത് ഭക്ഷണം കഴിച്ച് മിനിമം 8 to 12 hours ഗ്യാപ്പിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അതിന്റെ നോർമൽ വാല്യൂ വരുന്നത് 70 to 110, അതായത് നോൺ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. പിന്നെ 110 to 125 പ്രീ ഡയബറ്റിക്, അതായത് അവരുടെ ബോഡിയിൽ ഷുഗർ ഉണ്ട്, ഡയബറ്റിക് പേഷ്യന്റ് ആവാം എന്നുള്ളൊരു സൂചനയാണ്. 125 മുകളിലാണെങ്കിൽ അവർ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. അടുത്തത് PPBS, അതായത് പോസ്റ്റ് ഫ്രണ്ടൽ ബ്ലഡ് ഷുഗർ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ച് കറക്റ്റ് 2 hours ടെസ്റ്റ് ചെയ്യുന്നതാണ് PPBS, പോസ്റ്റ് ഫ്രണ്ടൽ ബ്ലഡ് ഷുഗർ. അതിന്റെ വാല്യൂസ് വരുന്നത് 80 to 140 നോർമൽ ഡയബറ്റിക് ആണ്. 140 to 199 പ്രീ ഡയബറ്റിക്, അതായത് അവരുടെ ബോഡി ഡയബറ്റിക് ഉണ്ട്, ഷുഗർ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. 199 മുകളിലാണെങ്കിൽ അവർ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. അടുത്തത് RBS, റാൻഡം ബ്ലഡ് ഷുഗർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഭക്ഷണം കഴിച്ചോ അല്ല എംപ്റ്റി സ്റ്റൊമക്കിൽ ടെസ്റ്റ് ചെയ്യണോ അങ്ങനെയൊന്നുമില്ല, എപ്പോ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് RBS, റാൻഡം ബ്ലഡ് ഷുഗർ. അതിന്റെ നോർമൽ വാല്യൂ സെയിം PPBS അതുപോലെ തന്നെയാണ് അതിന്റെ നോർമൽ വാല്യൂസ്. അടുത്തതായിട്ട് HbA1c, അതായത് ആവറേജ് ബ്ലഡ് ഷുഗർ. കഴിഞ്ഞ പോയ 2-3 മാസത്തിൽ നമ്മുടെ ശരീരത്തിൽ എത്ര ബ്ലഡ് ഡയബറ്റിക് ഉണ്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാനും നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് HbA1c. അതിന്റെ വാല്യൂസ് പറഞ്ഞാൽ 5.6 നോർമൽ ആണ്, നോർമൽ ഡയബറ്റിക് ആണ്. അത് കഴിഞ്ഞ് 5.7 to 6.4 പ്രീ ഡയബറ്റിക്, അതായത് അവർക്ക് ടാബ്ലറ്റ് എടുക്കാനും ടാബ്ലറ്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്യാനും ആ ലെവലിൽ ഉണ്ടെങ്കിൽ. പിന്നെ 7.4 ആണെങ്കിൽ ഓർ അബ്നോർമൽ ആണ്, ഓർ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഓക്കെ, താങ്ക് യു.